ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6-ലെ ബേസിക് സയൻസ് ചാപ്റ്റർ 3 ആണ്. ലെറ്റ്സ് സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. നമുക്ക് നിവർന്നു നിൽക്കാം. ഹാവൻറ്റ് യു നോട്ടീസ് ദാറ്റ് ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫിഷ് ഇൻ ദ വാട്ടർ ബോഡീസ് നിയർ യുവർ സ്കൂൾ ഓർ ഹോം? Your home or school might have an aquarium, right? It might also have many varieties of colorful fishes, doesn't it? A picture of a pond is given below. See how beautiful the fishes in it are. Observe each fish carefully. അപ്പോൾ നമുക്ക് ചുറ്റിനും ജലസ്രോതസ്സുകളുണ്ടല്ലേ. നമ്മുടെ വീടിനടുത്തായാലും സ്കൂളിനടുത്തായാലും നമ്മൾ പോകുന്ന വഴിക്കും ഒക്കെ കാണുന്നുണ്ട്. പുഴയും നദിയും കുളവും ഒക്കെ കാണുന്നുണ്ട്. മേ ബി നമ്മുടെ വീടുകളിൽ ചെറിയൊരു അക്വേറിയം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. സ്കൂളിലും മിക്ക സ്കൂളുകളിലും അക്വേറിയം ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഷസ് കാണാറുണ്ട് അല്ലേ. പല നിറത്തിലുള്ളത്, പല ഷേപ്പിലുള്ളത്, പല സൈസിലുള്ളത് അല്ലേ. ഇപ്പം നമുക്ക് താഴെ ഒരു മനോഹരമായ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഷസ് ഉണ്ട്. പല നിറത്തിലും പല തരത്തിലുമുള്ള ഫിഷ്. അത് നമുക്കൊന്ന് നോക്കാം. ആർ ഓൾ ഫിഷസ് ദ സെയിം? ഹൗ ആർ ദ ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ? എല്ലാ മീനുകളും ഒരുപോലെയാണോ? അവരെങ്ങനെയെല്ലാമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ദേ ആർ ഡിഫറെൻറ്റ് ഇൻ ഷേപ്പ്, സൈസ്, കളർ, ഫിൻ, ഹാബിറ്ററ്റ്, ബിഹേവിയർ. അവർ ഷേപ്പിലും സൈസിലും കളറിലും ഫിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുള്ളുകളാണ്. രണ്ട് സൈഡിലും മുള്ളുകളുണ്ടാകും. അതിൻ്റെ ഹാബിറ്ററ്റ്, ജീവിക്കുന്ന ആവാസ വ്യവസ്ഥ, ബിഹേവിയർ, അതിൻ്റെ പെരുമാറ്റം, ഭക്ഷണത്തിൽ ഒക്കെ വ്യത്യാസമുണ്ട് അല്ലേ. ഷാൽ വി മേക്ക് എ മോഡൽ ഓഫ് ഫിഷ്? നമുക്കൊരു ഫിഷിനെ മോഡൽ ഉണ്ടാക്കിയാലോ? വാട്ട് ആർ ദ മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ദസ്? ഇതിനെന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്? ഷെയർ യുവർ ഐഡിയാസ്. അപ്പം നമുക്കതിൽ എങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് നോക്കാം. കട്ട് 2 pieces of fabric in the shape of a fish to the size of your palm. Make the fish beautiful by sticking buttons or beads as its eyes. രണ്ട് ഫാബ്രിക് തുണി എടുക്കുക. ആ തുണിയിൽ ഫിഷിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. 2 കണ്ണുകൾ ഒട്ടിക്കുക. Now hold the tail portion of the fish and try to make it stand upright. ഇപ്പോൾ നമ്മൾ ആ ഫിഷിൻ്റെ കട്ട് ചെയ്തെടുത്ത ഫിഷിൻ്റെ വാലിൽ പിടിക്കുക, വാൽഭാഗത്ത് പിടിക്കുക. അത് നേരെ നിൽക്കുമോ എന്ന് നോക്കുക. നേരെ നിൽക്കില്ല അല്ലേ. കാരണം അത് വെറും തുണി കൊണ്ടുണ്ടാക്കിയതാണ്. അതിനുള്ളിൽ ഒരു സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇല്ല. നന്നായിട്ട് നിൽക്കാൻ പറ്റുന്നൊരു മെറ്റീരിയൽ ഇല്ല. നെക്സ്റ്റ്, യൂസ് മിഡ്രിപ്പ് ഓഫ് കോക്കനട്ട് പാം ടു ക്രിയേറ്റ് ഷേപ്പ് ആസ് ഷോൺ in the picture. Use glue or thread to join the palm ribs. Stick the fish-shaped piece of fabric on both sides. Don't we have a beautiful fish now? ഇന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈർക്കിൽ കമ്പുകൾ എടുക്കുക, അതിൽ ഫിഷിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ടുള്ള കമ്പുകൾ ഒട്ടിച്ചു കൊടുക്കുക, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ. എന്നിട്ട് ഒരു സൈഡിൽ ഫാബ്രിക് വെക്കുക, കട്ട് ചെയ്തെടുത്ത ഫാബ്രിക് വെക്കുക, ഒട്ടിക്കുക. അടുത്ത സൈഡ് ഫാബ്രിക് അടുത്ത ഭാഗത്ത് വെക്കുക, ഒട്ടിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഹോൾഡ് ദ ഫിഷ് ബൈ ഇറ്റ്സ് ടെയിൽ പോർഷൻ. അപ്പോൾ ഫിഷിൻ്റെ ടെയിലിൽ വാലിൽ പിടിക്കുക, വാലറ്റത്ത് പിടിച്ച് നോക്കുക. അത് നേരെ നിൽക്കുന്നുണ്ടോ? ഇപ്പം അത് നേരെ നിൽക്കുന്നുണ്ടാകും അല്ലേ. കാരണം എന്താണ്? അതിനൊരു സ്ട്രക്ചർ, താഴെ വീണ് പോകാതെ ഒരു സ്റ്റാൻഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ, ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. Didn't you succeed? What could be the reason for this? In the table given below, write down the features you observed when you try to make both the fishes stay straight by holding their tail portion. അപ്പം വാലിൻ്റെ ഭാഗം പിടിച്ചപ്പോൾ നമുക്ക് 2 ഫിഷിലും ഉണ്ടായിരുന്ന അനുഭവം എങ്ങനെയാണ്? ആദ്യത്തെ ഫിഷിന് എന്ത് പറ്റി? ഫിഷ് മെയ്ഡ് വിത്ത് ഫാബ്രിക് ഡസൻ സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. ഇറ്റ് നീഡ് എ സ്ട്രക്ചർ ഓർ സപ്പോർട്ട് ടു സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. അത് മര്യാദക്ക് നേരെ നിന്നില്ല, അതിനൊരു സപ്പോർട്ട് ആവശ്യമായിട്ട് വന്നു. രണ്ടാമത്തെ ഫിഷിന് എന്ത് പറ്റി? രണ്ടാമത്തെ ഫിഷ് എങ്ങനെയാണ് നിന്നത്? ഇറ്റ് ഹാസ് എ സ്ട്രക്ചർ ഓർ സപ്പോർട്ട് ടു സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. ദ ഷേപ്പ് കൺസ്ട്രക്റ്റഡ് വിത്ത് മിഡ്രിപ്പ് ഹെൽപ്ഡ് ഇറ്റ്. ആ കോക്കനട്ടിൻ്റെ മിഡ്രിപ്പും കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടല്ലോ, ഒരു ഷേപ്പ് കൺസ്ട്രക്ട് ചെയ്തു. അതെന്ത് ചെയ്തു? അത് നേരെ നിൽക്കാൻ വേണ്ടി സഹായിച്ചു. ഫാബ്രിക് പീസസ് വെ യൂസ്ഡ് ഇൻ ബോത്ത് ഇൻസ്റ്റൻസ്. ദെൻ വൈ വാസ് ഇറ്റ് ദാറ്റ് ഓൺലി ദ സെക്കൻഡ് ഫിഷ് യു മെയ്ഡ് ഷുഡ് സ്ട്രെയിറ്റ്? ഇപ്പോൾ 2 മീനുകൾ നമ്മൾ ഉണ്ടാക്കിയത് ഒരേപോലത്തെ തുണികൾ കൊണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് രണ്ടാമത്തെ ഫിഷ് നേരെ നിന്നത്? ദ പാം റിബ്സ് വർ യൂസ് ടു മേക്ക് ദ സെക്കൻഡ് ഫിഷ്. രണ്ടാമത്തെ ഫിഷ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? പാം റിബ്സ്, കോക്കനട്ട് പാം റിബ് എടുത്തു, അതായത് ഈർക്കിൽ കമ്പുകൾ എടുത്തു. അത്
നമ്മൾ ഒരു ഫിഷിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തു, അതിന് മുള്ളുകളുടെ ഷേപ്പിൽ കട്ട് ചെയ്തു, ഫിക്സ് ചെയ്തത് കൊണ്ട് മാത്രമാണ് അത് എറക്റ്റായിട്ട് നിന്നത്. ടു വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദാറ്റ്? അതിനുള്ള കാരണം എന്തെല്ലാമാണ്? ടു ഗിവ് എ ഷേപ്പ്, ഒരു ഷേപ്പ് കൊടുക്കുന്നതിന് വേണ്ടി. ടു ഗിവ് സ്ട്രക്ചർ ആൻഡ് ഫ്രെയിം ഫോർ ദ ബോഡി. അപ്പോൾ ബോഡിക്ക്, ശരീരത്തിന് എന്ത് കിട്ടി? ഒരു സ്ട്രക്ചറും ഒരു ഫ്രെയിമും കിട്ടി. എനേബിൾ മൂവ്മെൻറ്റിന്, ചലനത്തിന് സഹായിക്കും. ഇനി ഇൻസൈഡ് ദ ഫിഷിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യു മസ്റ്റ് ഹാവ് ഒബ്സർവ്ഡ് റിയൽ ഫിഷ്, ഹാവൻറ്റ് യു? വെൻ യു ഈറ്റ് ഫിഷ്, ഡോണ്ട് യു സീ ദ ഫിഷ് ബോൺസ് ഇൻസൈഡ് ഇറ്റ്? നമ്മൾ മീൻ കഴിക്കാറുണ്ട് അല്ലേ, മത്സ്യം കഴിക്കാറുണ്ട്. അപ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് മുള്ളുകൾ കാണാൻ പറ്റാറുണ്ട് അല്ലേ. ഡോണ്ട് ദി റിസംബിൾസ് ദ പാർട്ട് മെയ്ഡ് വിത്ത് പാം റിബ്സ് ഇൻ ദ ഫിഷ് യു ഹാഡ് മെയ്ഡ്? അപ്പോൾ ആ മുള്ളുകൾ നമ്മൾ റിയൽ ആയിട്ടുള്ള മീനിൽ കഴിക്കുമ്പോൾ കാണുന്ന മുള്ളുകളും ഇപ്പോൾ നമ്മൾ ആ ഈർക്കിൽ കമ്പുകൾ കൊണ്ടുണ്ടാക്കിയ ആ ഒരു ഫ്രെയിം വർക്കും ഒരുപോലെയാണെന്ന് തോന്നിയില്ലേ? ഇല്ലേ? നമുക്ക് താഴെയുള്ളൊരു പിക്ചർ നോക്കാം. പിക്ചറിനകത്ത് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ മുള്ളുകളുടെ ഷേപ്പും അതിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റും ഒക്കെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. ഡു ഓൺലി ഫിഷസ് ഹാവ് സച്ച് പാർട്സ്? ഇങ്ങനെയുള്ള പാർട്ടുകൾ മീനുകൾക്ക് മാത്രമാണോ ഉണ്ടാവുന്നത്? അല്ല, മീനുകൾക്ക് മാത്രമല്ല അല്ലേ. ഇഫ് ദെയർ വെർ നോ ബോൺസ് ഇൻ ദ ചിക്കൻ ഐ കുഡ് ഹാവ് ഈറ്റൺ ഇറ്റ് ഫുള്ളി. ഇപ്പോൾ ഒരു കുട്ടി പറയാണ്, ചിക്കന് എല്ലുകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്കത് മുഴുവനായിട്ട് കഴിക്കാൻ പറ്റുമായിരുന്നു എന്ന്. ഡിഡിൻ യു നോട്ടീസ് വാട്ട് ദ ചൈൽഡ് ഹാഡ് സെഡ്? ഇപ്പോൾ കുട്ടി എന്താ പറഞ്ഞതെന്ന് ശ്രദ്ധിച്ചോ? ഹാവൻ യു നോട്ടീസ് സച്ച് സ്ട്രോങ് ബോൺസ് വൈൽ യു ഈറ്റ് ചിക്കൻ? ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴിക്കുമ്പോഴും അതുപോലുള്ള എല്ലുകൾ നമുക്ക് കിട്ടാറില്ലേ? ഡു ഓൾ ലിവിങ് തിങ്സ് ഹാവ് സച്ച് പാർട്സ്? എല്ലാ ജീവജാലങ്ങൾക്കും ഇങ്ങനത്തെ പാർട്ടുകളുണ്ടോ, ഇങ്ങനത്തെ ഭാഗങ്ങളുണ്ടോ? ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കുക, എന്നിട്ട് കണ്ടുപിടിക്കാം. താഴെ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? കോഴിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഒരു കോക്കാണ് കൊടുത്തിരിക്കുന്നത്, പിന്നെ ഒരു ലിസാർഡിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടുപേരും സ്കെൽറ്റനും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഉള്ളിലുള്ള ബോണുകളുടെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. ഹാവിൻ യു അണ്ടർസ്റ്റുഡ് ദാറ്റ് അതർ ലിവിങ് ബീങ്സ് ഓൾസോ ഹാവ് സിമിലർ പാർട്സ്? ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, മറ്റുള്ള ജീവജാലങ്ങൾക്കും എന്തുണ്ട്? ഇതുപോലുള്ള ഭാഗങ്ങളുണ്ട്. ദിസ് ഈസ് കോൾഡ് സ്കെൽറ്റൻ. അപ്പോൾ ഇങ്ങനത്തെ ഭാഗങ്ങളെ പറയുന്ന പേരാണ് സ്കെൽറ്റൻ. ഇനി വാട്ട് ഈസ് സ്കെൽറ്റൻ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആൻസർ എഴുതുക? ദ സ്കെൽറ്റൻ ഈസ് എ ഫ്രെയിം വർക്ക് ഓഫ് ബോൺസ് ദാറ്റ് പ്രൊവൈഡ്സ് സപ്പോർട്ട് ആൻഡ് ഷേപ്പ് ടു ദ ബോഡി ആൻഡ് പ്രൊട്ടക്ട്സ് സർട്ടൻ ഇൻറ്റേർണൽ ഓർഗൻസ്. സ്കെൽറ്റൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിം വർക്കാണ്, ഇപ്പം ഒരു ചട്ടക്കൂടാണ്. ഈ കൂട് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? എല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് നമുക്ക് എന്ത് തരും? സപ്പോർട്ടും തരും, ഷേപ്പും തരും, നമുക്ക് ഒരു രൂപവും തരും, ഒരു സപ്പോർട്ടും തരും. പ്രൊട്ടക്ട്സ് ഇൻറ്റേർണൽ ഓർഗൻസ്, നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങൾ, ആന്തരിക അവയവങ്ങളെ ഇത് സംരക്ഷിക്കുകയും ചെയ്യും ഈ ബോൺസിനെ കൊണ്ടുള്ള ഫ്രെയിം വർക്ക്. Okay, observe the picture given below. These are the skeleton of various animals. Can you identify the animals to which these skeletons belong? Write down your answer. താഴെ കുറച്ച് സ്കെൽറ്റൻസ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് അസ്ഥിക്കൂടങ്ങൾ കൊടുത്തിട്ടുണ്ട്, എല്ലുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കുക, ഏത് മൃഗത്തിൻ്റെയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യത്തെ പിക്ചർ ബാറ്റിൻ്റെയാണ്, രണ്ടാമത്തെ പിക്ചർ കൗ, മൂന്നാമത്തെ പിക്ചർ ക്രൊക്കഡൈൽ. മൂന്നെണ്ണം നമുക്ക് കിട്ടി. ഹൗ കുഡ് യു ഐഡൻറ്റിഫൈ ദ ആനിമൽസ് ബൈ ഒബ്സർവിങ് ദ സ്കെൽറ്റൻ? നമുക്ക് എങ്ങനെയാണ് ഈ ആനിമൽസ് ഇത് തന്നെയാണെന്ന് മനസ്സിലായത്? ഈ സ്കെൽറ്റൻ കണ്ടപ്പോൾ നമ്മൾ അവരുടെ ഷേപ്പ് കണ്ടല്ലേ, ഷേപ്പ് കണ്ടപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. ആ ഷേപ്പ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് ഇന്ന ആനിമലിൻ്റെ ആണെന്ന് അല്ലേ. വാസൻറ്റ് ഇറ്റ് ബേസ്ഡ് ഓൺ ദ ഷേപ്പ്? ഹാവിൻ യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓൾ ദ ക്രീച്ചേഴ്സ് യു ഹാവ് ഒബ്സർവ്ഡ് ഹാവ് സ്കെൽറ്റൻ? സ്കെൽറ്റൻസ് ഹാവ് വെയ്റ്റ്, റൈറ്റ്? ദെൻ ഹൗ ആർ ബേർഡ്സ് ഏബിൾ ടു ഫ്ലൈ? സ്കെൽറ്റൻസിന് എന്തുണ്ട്? സ്കെൽറ്റൻസിന് വെയിറ്റ് ഉണ്ട് അല്ലേ, കുറച്ച് കനം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പക്ഷികൾ എങ്ങനെയാണ് പറക്കുക? അപ്പോൾ സ്കെൽറ്റൻസ് ഓഫ് ബേർഡ്സ് എങ്ങനെയാണെന്ന് നോക്കാം. വാട്ട് ഹെൽപ്സ് ദ ബേർഡ്സ് ഫ്ലൈ? ഹൗ ഡു ബേർഡ്സ് ഫ്ലൈ? രണ്ട് ക്വസ്റ്റ്യൻ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഇതിൽ തന്നെ ഉള്ളതാണ്, നമുക്കത് എഴുതാം. There are air cavities in the bones of birds. This makes their skeleton lighter compared to other organisms. This adaptation helps birds to fly. അപ്പോൾ ബേർഡ്സിൻ്റെ എല്ലുകളുടെ ഉള്ളിൽ എന്താ ഉള്ളത്? എയർ ക്യാവിറ്റീസ് ഉണ്ട്, ഹോളോയാണ്, അവരുടെ എല്ലുകളൊക്കെ ഹോളോയാണ്. അതിൻ്റെ ഉള്ളിൽ എയർ ക്യാവിറ്റീസ് ഉണ്ട്. ചിക്കൻ നമ്മൾ വാങ്ങുകയാണെന്ന് വിചാരിക്കുക, ചിക്കൻ്റെ കാലിൻ്റെ ഉള്ളിൽ നമ്മൾ എല്ലുകൾ ഇങ്ങനെ പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. അതേസമയം ഒരു ബീഫിൻ്റെ കാലുകൾ, ഇതിൻ്റെയൊക്കെ കാലുകളാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മജ്ജ ഉണ്ടാകും, സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള മജ്ജ. സോ ബേർഡ്സിൻ്റെ ബോൺസ് ഹോളോയാണ്, അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല.
Do you know the birds in the picture? Penguin cannot fly. Why is it that some birds cannot fly? Write your findings in the science diary. Find out and list the birds that can't fly. അപ്പോൾ ചില പക്ഷികൾക്ക് പറക്കാൻ പറ്റില്ല. ബേർഡ്സ് ദാറ്റ് ഡസൻ ഫ്ലൈ ആർ കോൾഡ് ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ്. അപ്പോൾ ബേർഡ്സ് പറക്കാൻ പറ്റാത്ത ബേർഡ്സിനെ പറയുന്ന പേരാണ് ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ്. പെൻഗ്വിൻ, കിവി, ഓസ്ട്രിച്ച്, എമു ഇവയൊന്നും പറക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് ഇവർക്ക് പറക്കാൻ സാധിക്കാത്തത്? ഇവരുടെ ബോഡി വെയ്റ്റ് കൂടുതലായിരിക്കും. പെൻഗ്വിൻ്റെയും കിവിയുടെയും എമുവിൻ്റെയും ചിറകുകൾക്ക് അധികം വെയ്റ്റ് തൂക്കാനുള്ള കഴിവില്ല. അവരുടെയൊക്കെ ചിറകുകൾ ചെറുതാണ് കമ്പയർഡ് ടു അതർ ഫ്ലൈയിങ് ബേർഡ്സ്. ഫ്ലൈയിങ് ബേർഡ്സിൻ്റെ ചിറകുകൾ വലുതായിരിക്കും. അവരുടെ ചിറകുകളിൽ നിറയെ തൂവലുകളുണ്ടാകും. ഫ്ലൈറ്റിന് സഹായിക്കുന്ന ഡൗൺ മൂവ്മെൻറ്റും അപ്വേർഡ് മൂവ്മെൻറ്റും ഒക്കെ സഹായിക്കുന്ന തൂവലുകളും എല്ലുകളും ഉണ്ട്. ഇവരുടെ ചിറകുകൾക്ക് വലിപ്പം കുറവാണ്. അതുപോലെ ബോഡിക്ക് വെയിറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇവർക്ക് പറക്കാൻ പറ്റാത്തത്. ബോൺസ് ആർ ഇൻസൈഡ് അസ് ടു. ഇനി എല്ലുകൾ നമ്മുടെ ഉള്ളിലും ഉണ്ട്. വി ഓൾസോ ഹാവ് ബോൺസ് ഇൻസൈഡ് അവർ ബോഡി ഡോണ്ട് വി. നമുക്ക് നമ്മുടെ ശരീരത്തിനുള്ളിൽ എല്ലുകളുണ്ട് അല്ലേ? ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ടച്ച് ആൻഡ് എക്സാമിൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് യുവർ ബോഡി ലൈക്ക് ഹാൻഡ്സ്, ലെഗ്സ്, ഫിംഗേഴ്സ് ആൻഡ് ഹെഡ്. ആർ ഓൾ ബോൺസ് ദ സെയിം. ഇപ്പോൾ എല്ലാ എല്ലുകളും ഒരുപോലെയാണോ? ഒന്ന് ടച്ച് ചെയ്ത് നോക്കൂ. എല്ലാ എല്ലുകളും ഒരുപോലെയാണോ? അല്ല. പല എല്ലുകളും പല ടൈപ്പാണ്, പല സൈസാണ്, പല ഷേപ്പാണ് അല്ലേ? വിച്ച് ആർ ദ പാർട്സ് ദാറ്റ് ഹാവ് ലോങ് ബോൺസ്. നീട്ടമുള്ള ബോണുള്ള സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? വേർ ആർ ദ ഷോർട്ട് ബോൺസ് ഫൗണ്ട്. എവിടെയാണ് ചെറിയ നീളം കുറവുള്ള എല്ലുകളുള്ളത്? ഇനി ഹ്യൂമൻ സ്കെൽറ്റൺ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എക്സ്പ്ലെയിൻ ഹ്യൂമൻ സ്കെൽറ്റൺ. അപ്പോൾ നമുക്കറിയാം അല്ലേ, കൈയുടെയും കാലുകളുടെയും എല്ലുകളാണ് നീട്ടം കൂടുതലുള്ളത്. ഓരോ വിരലിൻ്റെയും എല്ലുകൾ ചെറുതാണ്. അങ്ങനെ നമുക്കത് കണ്ടാൽ മനസ്സിലാകും. നമുക്ക് തൊട്ട് നോക്കിയാൽ മനസ്സിലാകും. സ്കൾ, വെർട്ടിബ്രൽ കോളം, റിബ് കേജ്, ബോൺസ് ഓഫ് ആംസ് ആൻഡ് ലെഗ്സ് ആൻഡ് ഹിപ്പ് ബോൺസ് ടുഗെദർ ഫോം ദ ഹ്യൂമൻ സ്കെൽറ്റൻ. അപ്പോൾ ഹ്യൂമൻ സ്കെൽറ്റൻ എന്തൊക്കെയാണ്? സ്കൾ, വെർട്ടിബ്രൽ കോളം, റിബ് കേജ്, bones of arms and legs and hip bones together form the human skeleton. Read the information and observe the pictures provided below to learn more about the human skeleton. അടുത്തത് സ്കള്ളാണ്. യു മേ ഹാവ് സീൻ ദിസ് പിക്ചർ ഇൻ മെനി പ്ലേസസ്. അപ്പോൾ ഒരു തലയോട്ടിയുടെ പിക്ചർ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ദ സ്കൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 22 ബോൺസ്. അപ്പോൾ തലയോട്ടിയിൽ എത്ര ബോൺസ് ഉണ്ട്? 22 ബോൺസ് ആണ് ഉള്ളത്. എമംഗ് ദീസ് ദർ ഇസ് ഓൺലി വൺ മൂവബിൾ ബോൺ. അപ്പോൾ ഇതിനകത്ത് ഒരു മൂവബിൾ ബോൺ മാത്രമാണ് ഉള്ളത്. ഈ 22 ബോൺസിൽ ഒരു ബോൺ മാത്രമാണ് ചലിക്കുന്നത്. ക്യാൻ യു ഐഡൻറ്റിഫൈ വിച്ച് വൺ ഈസ് ഇറ്റ്? നിങ്ങൾക്കത് പറയാൻ സാധിക്കുമോ ഏത് ബോണാണെന്ന്? എക്സാമിൻ വിച്ച് ബോൺ മൂവ്സ് വൈൽ ച്യൂയിങ് ഫുഡ്. നമ്മൾ ഭക്ഷണം ചവയ്ക്കുമ്പോൾ ഏത് ബോണാണ് അനങ്ങുന്നത്? സംസാരിക്കുമ്പോഴൊക്കെ ഏത് ബോണാണ് അനങ്ങുന്നത്? ലോവർ ജോ ആണ് അനങ്ങുന്നത് അല്ലേ? ലോവർ ജോ ബോണാണ് അനങ്ങുന്നത്. റൈറ്റ് ഡൗൺ ദ നെയിം ഓഫ് മേജർ ഓർഗൻസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ. അപ്പോൾ ഒരു പ്രധാന അവയവം നമ്മുടെ സ്കളിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ തലയോട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതേതാണ്? ബ്രെയിനാണ്. അപ്പാർട്ട് ഫ്രം ദിസ് ദ സ്കൾ ഓൾസോ provides protection to sensory organs such as eye, ears, nose and tongue. ഇതല്ലാതെ ബ്രെയിൻ അല്ലാതെ നമുക്ക് നമ്മുടെ സെൻസറി ഓർഗൻസ്, ഇന്ദ്രിയങ്ങളായിട്ടുള്ള ഓർഗൻസ് ഏതൊക്കെയാണ്? പഞ്ചേന്ദ്രിയങ്ങളിൽ പെടുന്നത് ഐസ്, ഇയർ, നോസ് ആൻഡ് ടങ്. നാക്ക്, മൂക്ക്, കണ്ണ്, ചെവി ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സ്കളാണ്. യു നോ ദാറ്റ് ഈവൻ മൈനർ ഇഞ്ചറീസ് ടു ദ ബ്രെയിൻ ക്യാൻ കോസ് സിവിയർ ഹെൽത്ത് ഇഷ്യൂസ്. സോ ഒരു നേരിയ മുറിവോ ചതവോ ബ്രെയിനിലുണ്ടായാൽ തന്നെ നമുക്ക് എന്താണ് അതൊരു സിവിയർ ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കും അല്ലേ? ആരോഗ്യ പ്രശ്നമാണ്. ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ സ്കൾ ടു അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻസ് ഗിവൺ ബൈ ദ ഹ്യൂമൻ ബോഡി ടു ദ പ്രൊട്ടക്ഷൻ ഓഫ് ബ്രെയിൻ. അപ്പോൾ സ്കളിനകത്ത് നമുക്ക് എന്തൊക്കെ പ്രൊട്ടക്ഷനാണ് നമുക്ക് സ്കൾ തന്നിരിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്കളിൽ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ളത്. ഒരു 3 ലെയർ ഡിഫെൻസ് മെക്കാനിസമാണ് സ്കളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ ആൻസറിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഹെൽമെറ്റ്, ദ ഷീൽഡ് ഓഫ് ലൈഫ്. പേ അറ്റൻഷൻ ടു ദ ന്യൂസ് റിപ്പോർട്ട്. ഒരു ന്യൂസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ദ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ഡയറക്റ്റഡ് ദ പോലീസ് to ensure that both riders and the pillion riders wear helmets.
and strictly follow traffic rules. Department also instructed that fine be imposed on those riding two-wheelers without helmet. ഇപ്പോൾ ഹെൽമെറ്റ് വെച്ച് വാഹനം ഓടിക്കണം എന്നുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ന്യൂസാണ് താഴെ തന്നിട്ടുള്ളത്. ഡോണ്ട് യു വെയർ എ ഹെൽമെറ്റ് വൈൽ റൈഡിങ് എ സ്കൂട്ടർ ഓർ അതർ ടു വീലേഴ്സ്. അപ്പോൾ ഒരു ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഹെൽമെറ്റ് യൂസ് ചെയ്യണം അല്ലേ? ക്യാൻ യു എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ വെയറിങ് ഹെൽമെറ്റ് വൈൽ റൈഡിങ് ടു വീലേഴ്സ്? ഡിസ്കസ് ഇൻ ദ ക്ലാസ് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ ഇത് നമുക്ക് നോട്ടിൽ എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹെൽമെറ്റ് വെക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? അപ്പോൾ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ എന്ത് പറ്റും? അപകടങ്ങളുണ്ടാകും, തലയിലുണ്ടാകുന്ന ഒരു ചെറിയ മുറിവോ ഒരു ചതവോ തന്നെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അറ്റാച്ച് ചെയ്ത് തരാം. ഇനി നെക്സ്റ്റ് വൺ വെർട്ടിബ്രൽ കോളമാണ്. വേർ ഈസ് എ വെർട്ടിബ്രൽ കോളം ഫൗണ്ട്? ചെക്ക് യുവർ സെൽഫ് ആൻഡ് ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദ വെർട്ടിബ്രൽ കോളം. അപ്പോൾ വെർട്ടിബ്രൽ കോളം നമ്മൾ എവിടെയാണ് കാണുന്നത്? അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് വരിക? അപ്പോൾ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ വെർട്ടിബ്രൽ കോളം എന്നുള്ള ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ഇവിടെ തന്നെ ഹൈലൈറ്റും ചെയ്തിട്ടുണ്ട്. ദ വെർട്ടിബ്രൽ കോളം ഈസ് എ സീരീസ് ഓഫ് ബോൺസ് ദാറ്റ് ഹെൽപ്പ് ദ ബോഡി സ്റ്റാൻഡ് സ്ട്രെയിറ്റ് ആൻഡ് മൂവ്. വെർട്ടിബ്രൽ കോളം എന്ന് പറഞ്ഞ ഒരു എല്ലുകളുടെ ഒരു ശ്രേണിയാണ്. ഈ ചെറിയ ചെറിയ എല്ലുകൾ കൂട്ടിച്ചേർത്തൊരു ശ്രേണിയാണ്. ഇതാണ് നമുക്ക് നേരെ നിവർന്ന് നിൽക്കാൻ സഹായിക്കുന്നതും ചലിക്കാൻ സഹായിക്കുന്നതും. ദ ബോൺ ഇൻ ദ വെർട്ടിബ്രൽ കോളം ആർ കോൾഡ് വെർട്ടിബ്രേ. അപ്പോൾ ഈ ബോൺസിന് ഓരോ എല്ലുകളെയും പറയുന്ന പേരാണ്, ഓരോ എല്ലിന് വെർട്ടിബ്ര എന്നാണ് പറയുന്നത്. ദ വെർട്ടിബ്രൽ കോളം കൺസിസ്റ്റ് ഓഫ് 33 വെർട്ടിബ്ര. ഈ വെർട്ടിബ്രൽ കോളത്തിൽ 33 നട്ടെല്ലെന്നാണ് പറയട്ടെ. നട്ടെല്ലാതെ ഓരോ ബോണും ആയിട്ട് എടുക്കുകയാണെങ്കിൽ 33 എല്ലുകളുണ്ട്. ഒബ്സർവ് ദ പിക്ചർ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഓർഡർലി ദീസ് വെർട്ടിബ്ര ആർ അറേഞ്ച്ഡ്. അപ്പോൾ ഈ പിക്ചറിൽ കാണുമ്പോൾ നമുക്കറിയാം ഇത് എത്ര ഓർഡർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദ സ്പൈനൽ കോഡ് വിച്ച് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം പാസസ് ത്രൂ ദി വെർട്ടിബ്രൽ കോളം. ഈ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് സ്പൈനൽ കോഡ് കടന്നു പോകുന്നത്. സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ ഈ നെർവസ് സിസ്റ്റത്തിൻ്റെ നാഡീവ്യവസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഹെൻസ് ഇറ്റ് ആക്ട് ആസ് എ പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഓഫ് ദ സ്പൈനൽ കോഡ്. വെർട്ടിബ്രയാണ് സ്പൈനൽ കോഡിനെ സംരക്ഷിക്കുന്ന ഒരു ഷീൽഡായിട്ട് പ്രവർത്തിക്കുന്നത്. ഇഫ് ദ വെർട്ടിബ്രൽ കോളം ഈസ് സിവിയർലി ഡാമേജ് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു സ്റ്റാൻഡ് ഓർ വാക്ക്. വെർട്ടിബ്രൽ കോളത്തിന് എന്തെങ്കിലും ഒരു കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് നടക്കാനും നിൽക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി അടുത്തത് വന്നിട്ട് റിബാണ്. റിബ്സ്. വാട്ട് ആർ റിബ്സ്? എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫങ്ഷൻ. ഞാനൊരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്, വാട്ട് ആർ റിബ്സ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതാം. ദർ ആർ 12 പെയർസ് ഓഫ് റിബ് ഇൻ ദ ഹ്യൂമൻ ബോഡി. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ 12 പെയർ റിബ്സാണുള്ളത്. The rib enfold and protect the heart, lungs and some major blood vessels. The ribs are connected to the vertebral column at the back and to the sternum in front. അപ്പോൾ റിബ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുക? നമ്മുടെ ഈ നെഞ്ചിൻ്റെ ഭാഗത്തൊന്ന് തൊട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും റിബ് എത്ര പേഴ്സ് റിബുണ്ട്. 12 പേഴ്സ് റിബുണ്ട്. ഈ റിബാണ് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ്, ആന്തരിക അവയവമായ ഹാർട്ടിനെയും ലങ്സിനെയും പിന്നെ കുറച്ച് ബ്ലഡ് വെസൽസ് ഇതിനെല്ലാത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഈ റിബ് നട്ടിലുമായിട്ടും കണക്റ്റ് ആയിട്ടുണ്ട്, വെർട്ടിബ്രയുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. സ്റ്റെർണം ആണ് ഫ്രണ്ടിൽ നമുക്ക് സ്റ്റെർണമായിട്ടാണ് കണക്റ്റ് ആകുന്നത്. അതായത് നെഞ്ചും കൂടെന്ന് പറയുമ്പോൾ ഈ നെഞ്ചിൻ്റെ നടുക്കുള്ള ഒരു ഭാഗമില്ലേ, ആ ഭാഗമാണ് സ്റ്റെർണമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഹാവ് യു അണ്ടർസ്റ്റുഡ് എ ഫ്യൂ തിങ്സ് എബൌട്ട് ദ സ്കൾ? ഇപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. എന്തൊക്കെയാണ് സ്കളിൻ്റെ ഭാഗങ്ങളെന്നും സ്കെൽറ്റൻ്റെ ഭാഗങ്ങളെന്നും എല്ലാം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സ്കൾ, വെർട്ടിബ്രൽ കോളം ആൻഡ് റിബ്സ്. നൗ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് റൈറ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അത് ആൻസർ ചെയ്യാം. How many bones are there in the skull? സ്കള്ളിൽ എത്ര ബോൺസ് ഉണ്ട്? 22 ബോൺസ്. Among the bones in the skull, which one is capable of movement? സ്കള്ളിലുള്ള ബോൺസിൽ ഏത് ബോണാണ് അനക്കാൻ പറ്റുന്നത്, മൂവ്മെൻ്റ് ഉള്ളത്, ചലിപ്പിക്കാൻ സാധിക്കുന്നത്? ലോവർ ജോ ബോണാണ്. How many vertebrae are there in the vertebral column? Vertebral column എത്ര vertebrae ഉണ്ട്? 33 vertebrae. Which is the protective covering of spinal cord? സ്പൈനൽ കോഡിൻ്റെ പ്രൊട്ടക്റ്റീവ് കവർ ഏതാണ്? വെർട്ടിബ്രൽ കോളമാണ്. വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് വെർട്ടിബ്രൽ കോളം? വെർട്ടിബ്രൽ കോളത്തിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നാണ് മെയിൻ ഫംഗ്ഷൻ. വിച്ച് ബോൺ പ്രൊട്ടക്ട്സ് ഹാർട്ട്സ് ആൻഡ് ലങ്സ്? റിബും റിബ് കേജും ആണ് ഹാർട്ടിനെയും ലങ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. വിച്ച് ആർ ദ മേജർ ഓർഗൻ പ്രൊട്ടക്റ്റഡ് ബൈ ദ സ്കൾ? മേജർ
ഓർഗൻ ബ്രെയിനാണ്. ബ്രെയിനെ കൂടാതെ സെൻസ് ഓർഗൻസായ ഇയേഴ്സ്, ഐസ്, നോസ് ആൻഡ് ടങ് ഇതും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. Aren't there any other bonds in different parts of the body from the ones you have recognized? Let's discuss. ഇനി ഇതല്ലാതെ വേറെയും നമുക്ക് കുറേ എല്ലുകളുള്ള സ്ഥലങ്ങളുണ്ടല്ലോ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ശരീരത്തിൽ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബോൺസ് ആൻഡ് ആംസ്. അടുത്തത് കൈയിലെയും കാലുകളിലെയും എല്ലുകളാണ്. ഹൗ മെനി ബോൺസ് ആർ ദെയർ ഇൻ ഈച്ച് ഹ്യൂമൻ ആം? ഒരു മനുഷ്യൻ്റെ കൈകളിൽ എത്ര ബോൺസ് ഉണ്ട്, എത്ര എല്ലുകളുണ്ട്? 32 ബോൺസാണ് ഒരു ആളുടെ ആംസിലുള്ളത്, ഹ്യൂമൻ ആംസിലുള്ളത്. ഹ്യൂമൻസ് ഹാവ് ദ എബിലിറ്റി ടു സ്റ്റാൻഡ് ഓൺ 2 legs. ബോൺസ് ഇൻ ദ ലെഗ്സ് ആർ സ്ട്രോങ്ങർ ദാൻ ദോസ് ഇൻ ആംസ്. വൈ ഈസ് ഇറ്റ് സോ? ഇപ്പോൾ ഹ്യൂമൻസിന് എന്തുണ്ട്? സ്റ്റെബിലിറ്റി ടു സ്റ്റാൻഡ്, നമുക്ക് നിൽക്കാനുള്ള കഴിവുണ്ട്, 2 കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ട്. നമ്മുടെ കാലിലുള്ള എല്ലുകൾ സ്ട്രോങ്ങറാണ് കയ്യിലുള്ള എല്ലിനേക്കാളും. കയ്യിലെ എല്ലിനേക്കാളും സ്ട്രോങ് കാലിലെ എല്ലുകളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്? ബിക്കോസ് നമുക്ക് കാലുകൾ കൊണ്ട് നടക്കണം, ഓടണം, അങ്ങനെ പല പല ആക്ടിവിറ്റീസ് നമുക്ക് കാലുകൊണ്ട് ചെയ്യാനുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ബോഡിയുടെ വെയിറ്റ് താങ്ങുന്നത് ആരാണ്? കാലുകളാണ്. അപ്പോൾ കാലുകൾക്ക് അതിനുള്ള സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയാണ് കാലിലെ ബോൺസ് സ്ട്രോങ് ആയിട്ടുള്ളത്. ഡിസ്കസ് ആൻഡ് ഷെയർ യുവർ ഇൻഫറൻസ് ഇൻ ദ ക്ലാസ്. ദർ ആർ 31 ബോൺസ് ഇൻ ഈച്ച് ലെഗ് ഓഫ് ദ ഹ്യൂമൻ ബോഡി. അപ്പം മനുഷ്യ ശരീരത്തിൻ്റെ കാലുകളിൽ എത്ര എല്ലുകളാണുള്ളത്? 31 എല്ലുകളാണുള്ളത്. 31 ബോൺസ്. വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡി? ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഇപ്പം എല്ലിൻ്റെ പിക്ചറും തന്നിട്ടുണ്ട്, കൈകളിലെ എല്ലുകളുടെ പിക്ചറും തന്നിട്ടുണ്ട്. ഇതിൽ 2ഉം 1 ഒബ്സർവ് ചെയ്തിട്ട് ഏറ്റവും നീളം കൂടിയ ബോൺ ഏതാണ്, നീളം കൂടിയ എല്ല് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ലോങ്ങസ്റ്റ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡി ഈസ് ദ ഫീമർ. ഫീമറാണ് ലോങ്ങസ്റ്റ് ബോൺ ഹ്യൂമൻ ബോഡിയിലുള്ളത്. ഡു ദ ആംസ് ഹാവ് മോർ മൊബിലിറ്റി ദാൻ ദ ലെഗ്സ്? കാലുകൾക്കാണോ കൈകൾക്കാണോ ചലനശേഷി കൂടുതലുള്ളത്? മൂവ് ബോത്ത് യുവർ ആംസ് ആൻഡ് ലെഗ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട്. കാലും കൈയും ഒന്ന് നന്നായിട്ട് ചലിപ്പിക്കുക, എന്നിട്ട് ഒന്ന് പറയാം. നമ്മുടെ കൈകൾക്കാണ് കൂടുതൽ ചലനശേഷി ഉള്ളത്. വൈ? അതെന്തുകൊണ്ടായിരിക്കും കൈകൾക്ക് കൂടുതൽ ചലനശേഷി ഉള്ളത്? കൈകളുടെ ജോയിൻസിൻ്റെ പ്രത്യേകത കൊണ്ടാണ് കൈകൾക്ക് കൂടുതൽ ചലനശേഷി ഉള്ളത്. ഒബ്സർവ് ദ സ്കെൽറ്റൻ ഇൻ യുവർ സ്കൂൾ ലാബോറട്ടറി ആൻഡ് ഐഡൻറ്റിഫൈ ദ ബോൺസ് ഇൻ ഈച്ച് പാർട്ട് ഓഫ് ദ ബോഡി. അണ്ടർസ്റ്റാൻഡ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ബോൺസ്. അറ്റ് ബർത്ത് അവർ ബോഡി ഹാസ് എബൌട്ട് 300 ബോൺസ്. നമ്മുടെ എല്ലുകൾ ജനിക്കുമ്പോൾ തന്നെയുള്ള ഒരു കുട്ടിക്ക് 300 മേലെ എല്ലുകളാണ് ഉണ്ടാവുക. ആസ് വി റീച്ച് അഡൾട്ട്ഹുഡ് മെനി ഓഫ് ദിസ് ബോൺസ് ഫ്യൂസ് ടുഗെദർ ആൻഡ് ദ നമ്പർ റെഡ്യൂസസ് to 106. നമ്മളെന്താകുമ്പോൾ, നമ്മൾ വലുതാകുമ്പോൾ, അഡൾട്ടായി കഴിയുമ്പോൾ നമുക്ക് ഈ എല്ലുകളെല്ലാം കൂടി ചേർന്നിട്ട് എന്തായി മാറും? 206 എല്ലുകളായി മാറും. മേക്ക് എ ലിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് ബോൺസ് ഫൗണ്ട് ഇൻ ഈച്ച് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി. ഇപ്പോൾ താഴെ നമുക്ക് ഒരു നമ്പർ ഓഫ് ബോൺസ്, ഈ ഹ്യൂമൻ ബോഡിയിലുള്ള എത്ര ബോൺസുകൾ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. വെർട്ടിബ്രൽ കോളത്തിൽ എത്ര ബോൺസ് ഉണ്ട്? 33 ബോൺസ്. സ്റ്റെർണം ഒരൊറ്റ ബോണാണ്, 1 ബോൺ. ബോത്ത് ആംസ്, 2 കൈകളിലും 64 ബോൺസ് ഉണ്ട്. റിബ്സിൽ 24 ബോൺസ്. ബോത്ത് ലെഗ്സിൽ 62 ബോൺസ്. ആൻഡ് സ്കള്ളിൽ 22 ബോൺസ് ഉണ്ട്. എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 206 ബോൺസ്. യു ഹാവ് നൗ അണ്ടർസ്റ്റുഡ് മോർ അബൌട്ട് ദ സ്കെൽറ്റൻ. ബോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് സെൽസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മിനറൽസ്. അപ്പോൾ നമുക്കിപ്പോൾ സ്കെൽറ്റനെ പറ്റി മനസ്സിലായി. ഈ എല്ലുകളുടെ ഉള്ളിലാണ് നമുക്ക് എന്തുള്ളത്? മിനറൽസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും ബ്ലഡ് സെൽസും പ്രൊഡക്ഷൻ ഉണ്ടാകുന്നതും എല്ലുകളുടെ ഉള്ളിലാണ്. കൺസോൾട്ടേറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ബോൺസ് ആൻഡ് റൈറ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ ബോൺസിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് ഒന്ന് എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്കെൽറ്റൻ ഗിവ്സ് ഷേപ്പ് ടു ദ ബോഡി. അതൊന്നാമത്തെ ഫംഗ്ഷൻ അവർ തന്നിട്ടുള്ളതാണ്. ദ സ്കൾ പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ ആൻഡ് സെൻസറി ഓർഗൻ. Skeleton helps us to stand straight. Rib cage protect the heart, lungs and major blood vessels. Bones and arms helps for movement. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. ബോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് സെൽസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മിനറൽസ്. അതും കൂടി എഴുതണം. അത് ആ രണ്ടാമത്തെ ലൈനിൽ തന്നെ ഉണ്ട്. ബോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് സെൽസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മിനറൽസ്. കാർട്ടിലേജ് തൊട്ട് അടുത്ത പാർട്ടിലിടാം. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു പാർട്ടുമായിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.